ആശ്രയമുള്ളവരെ നമ്മുടെ പിതാവ് ദേവദാസൻ ധന്യന്മാരായ 73ാമത്തെ ഓർമ്മ തിരുനാള് ഇന്ന് സമുചിതമായി നമ്മൾ പിതാവ് താമസിച്ച ഈ മേധാവ് മലങ്കര പിതാവിന്റെ മലങ്കരയുടെ തിരുഭവനത്തിലേക്ക് കടന്നു വന്ന് നമ്മൾ ആചരിക്കുകയാണ്. തീർച്ചയായിട്ടും പിതാവിന്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയും അഭയവുമാണ്. പ്രത്യേകിച്ച് നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലും നമ്മുടെ ജീവിത ക്രമങ്ങളിലും ദൈവത്തിന്റെ അനുഗ്രഹം പിതാവിന്റെ പ്രാർത്ഥനകളാൽ സാധ്യമാകുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും നിയോഗങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥനയായിട്ട് അർപ്പിക്കുന്നു. നിങ്ങളുടെ ദീർഘകാലമായ അപേക്ഷകള്, മധ്യസ്ഥതകള്, നിങ്ങളുടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങള്, നോമ്പരങ്ങള്, ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങള്, അതെല്ലാം സന്നിധിയിലെ അമ്മ വഴി അറിയാനിന്റെ മധ്യസ്ഥതയിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. Amen.
പരിസരത്തിനെ സ്തുതിക്കുവാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ ദാസലോകത്തെ തിരിച്ച് കുരിശെടുത്ത് നിന്നെ അനുഗമിക്കുകയും ദേവാസ്വാമിക്കുകയും നിർമ്മലപദങ്ങളാൽ അതിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. നിന്റെ ആട്ടിൻകൂട്ടത്തെ നയിപ്പാൻ പ്രധാനിയായി നിയമിക്കുകയും ഭൗമിക പ്രതീക്ഷയായ സഭയാകുന്നതാർമേ നിന്റെ മക്കളെ ഉറപ്പിക്കുവാൻ നീ നിയോഗിക്കുകയും ചെയ്തു. സത്യവിശ്വാസത്തിലേക്കും മനസ്സാന്തരത്തിലേക്കും അനേകരെ ദൈവദാസനാൽ വിളിക്കപ്പെട്ടു. യാചിക്കുന്ന ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് സഹായങ്ങളും സ്വർഗ്ഗം തുറന്ന് നൽകുമാറാകണമേ. ഞാൻ വിളിച്ചു സത്യമായ
നിന്റെ ദാസനെ അഭ്യസിപ്പിച്ചുവല്ലോ. കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ ദൈവം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിർമ്മലരും സത്യവിശ്വാസ സംരക്ഷകരുമായ വൽവാന്മാരുടെ രക്ഷപ്പെടുവാൻ നിന്റെ ദാസന്മാരെ നിന്റെ ദാസന്റെ സുഖ നടപടികൾ നിനക്ക് ഉള്ളതായിരുന്നതിനാൽ നിന്റെ ദാസനോട് നിന്റെ സഭയെ നീ ബോധ്യപ്പെടുത്തേണമേ. ഞങ്ങളുടെ നിന്റെ ദാസനുമായി ഞങ്ങൾ നടപടിക്കുന്ന എല്ലാ മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും ശമാശക്കാരെയും സകലരെയും നിന്റെ സന്നിധിയിലേക്ക് നീ സ്വീകരിച്ചു പോകണമേ. നിന്റെ രാജ്യത്തിലെ വിശുദ്ധന്മാരോടൊന്നിച്ച് ഞങ്ങളിപ്പോൾ എല്ലാ സമയത്തും നീക്കും പരിശുദ്ധ സ്തുതിയും സ്തോത്രവും ദൈവത്തിൽ നിന്ന് കടലിന്റെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളെ നിൽക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. ദൈവം നമ്മോട് കൃപ ചെയ്യും. ഇവരാധിക്കും കൃപ ചെയ്യും.
ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. ലോകത്തിന്റെ ജീവനങ്ങൾ ചെയ്യുന്ന ൂപമണ ചോലോ
കാഴ്ചയർപ്പിച്ചു ധൂപമണയപ്പെട്ടോരംബാസ ഏകണമാശ്വാസം വായിക്കുമോ Thank you.
Amen.
സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സൂര്യ തേജസ് ധന്യം ആർച്ച് ബിഷപ്പ് ഗീവർഗീസ് മാറിവാനീസ് മെത്രാപ്പൊലീത്തായുടെ 73ാമത് ഓർമ്മ പെരുന്നാൾ നമ്മൾ ഇന്ന് മലങ്കരയുടെ ഈ പുണ്യ സങ്കേതത്തിൽ മലങ്കര പ്രതിനിധി പ്രസ്ഥാനത്തിന്റെ പിള്ളത്തൊട്ടിലെന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന തിരുവനന്തപുരത്തിന്റെ ഈ മണ്ണിൽ മലങ്കരയുടെ പിതൃഭവനത്തോട് ചേർന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്. ഇന്ന് അഭിനന്ദനായ ധന്യൻ മാറിവാനീസ് തിരുമേനിയെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതിനായി ഇവിടെ കടന്നു വന്നിരിക്കുന്നത് തിരുവല്ല ബethany ആശ്രമാതമായ ബഹുമാനപ്പെട്ട ജിയോ പോൾ വൈസ്യച്ചനാണ്. പ്രിയപ്പെട്ട അച്ഛൻ തിരുവല്ലയിലും ആലുവ ദേശം ആശ്രമത്തിലും തന്റെ ശുശ്രൂഷകൾ പ്രത്യേകമായിട്ട് നിവർത്തിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്കൃതത്തിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ 1ാം റാങ്ക് നേടി തുടർന്നുള്ള സംസ്കൃതത്തിൽ അദ്ദേഹത്തിന്റെ തുടർ പഠനത്തിനായിട്ട് ഒരുങ്ങുന്ന സമയമാണ്. ധന്യൻ മാറിവാനീസ് തിരുമേനി സ്ഥാപിതമായ ബethanyയുടെ ഒരു മകൻ തന്നെ ഇന്ന് ഈ അനുഗ്രഹീതമായ മണ്ണിൽ ഈ പിതാവിന്റെ ഓർമ്മയാകുന്നതോടനുബന്ധിച്ച് നമ്മളോട് വന്യ പിതാവിനെ അനുസ്മരിച്ച് സംസാരിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ, വന്യ പിതാവിന്റെയും ബഹുമാനപ്പെട്ട വലിയ സഹോദരങ്ങളെയും എല്ലാവരുടെയും നാമത്തിൽ ബഹുമാനപ്പെട്ട ജിയോ പോൾ വൈസ്യച്ചനെ ഇന്നത്തെ അനുസ്മരണ സന്ദേശത്തിനായിട്ട് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭ്യർത്ഥി പിതാവേ, വൈദിക സഹോദരങ്ങളെ, സന്യസ്തരെ, മറുരൂപമലയുടെ അവസ്ഥയിൽ പത്രോസ്ലീഹ പറഞ്ഞു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ആരാധനയുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആരാധനയുടെ ടൈം ആൻഡ് സ്പേസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാം ആയിരിക്കുന്ന ഇടം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് അതിനായ ജിഗുവച്ചൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ടൈം, കാലത്തെ പറ്റി നാം ചിന്തിക്കുക. നമ്മൾ ആയിരിക്കുന്ന ഈ കാലം, ജൂലൈ മാസം എന്ന് പറയുന്നത് ഓരോ മലങ്കര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വത്വബോധത്തേക്കുള്ള ഒരു മടക്കയാത്രയാണ്. അവരുടെ ആത്മാഭിമാനത്തിന്റെ നിമിഷങ്ങളാണ്. ഉറവിടങ്ങളിലേക്ക് മടങ്ങുക എന്ന് വത്തിക്കാൻ സെക്രട്ടറി നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉറവിടത്തിലേക്ക് നമ്മൾ മടങ്ങിയ കാലഘട്ടമാണ് ഈ ജൂലൈ മാസം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ജൂലൈ മാസത്തെ നമ്മൾ ഇവാനി മാസം എന്ന് വിളിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഇത് കാലഘട്ടമാണ്. ഒരു തീർത്ഥാടനം കഴിഞ്ഞ് നാം നമ്മുടെ പിതൃഭവനത്തിലായിരിക്കുന്നു. തീർത്ഥാടനം എന്ന വാക്കിന്റെ അർത്ഥം തീർത്ഥം പ്രതി അടനം എന്നുള്ളതാണ്. തീർത്ഥം എന്ന് വെച്ചാൽ ജലം, അടനം എന്ന് വെച്ച യാത്ര. ജലം തേടി, പുണ്യജലം തേടിയുള്ള യാത്ര. പദയാത്രയായി നീതിമാന്റെ അസ്ഥികളിൽ നിന്നൊഴുകുന്ന നീച്ചാലികളാകുന്ന വാഴുകൾ സ്വീകരിക്കുവാൻ ഭാഗ്യങ്ങളുടെ പട്ടത്തേക്ക് വെണ്ണിക്കുളത്ത് നിന്ന് നമ്മൾ യാത്രയായി. കത്തീഡ്രലിൽ നിന്ന് വെണ്ണിക്കുളത്തിന് ശേഷം വെണ്ണിക്കുളത്ത് നിന്ന് നമ്മൾ യാത്രയായി നമ്മുടെ പിതാവ് സഞ്ചരിച്ച അതേ പാതയിലൂടെ തീർത്ഥാടനം നടത്തി. ഈ തീർത്ഥാടനത്തിന്റെ അവസാനം നമ്മൾ അനുസ്മരണയിലേക്ക് വരികയാണ്. അനുസ്മരണം എന്ന വാക്കിന്റെ അർത്ഥം സ്മരണം പ്രതി എന്നുള്ളതാണ്. എന്താണ് സ്മരണം പ്രതി എന്ന വാക്കിന്റെ അർത്ഥം? അനു എന്ന് പറയുന്നത് 2 വാക്കാണ്. ഈ വാക്കിന്റെ ഉപസർഗമാണ്. ഉപസർഗം എന്ന് പറയും മലയാളത്തിൽ. ഉപസർഗങ്ങളുണ്ട് നമുക്ക്. അനു, ഉപവാസം കേട്ടിട്ടില്ലേ? ഉപവാസം എന്ന് പറയുമ്പോൾ വാസം, ഉപ, ഈ 2 വാക്കുകൾ ചേർന്നാണ് ഉപവാസം എന്നുള്ള വാക്കുകൾ. കൂടെ വസിക്കുക. അനുസ്മരണം എന്ന് വെച്ചാൽ അനു എന്ന് പറയുന്ന ഉപസർഗത്തിന്റെ അർത്ഥം പ്രതി എന്നാണ്. സ്മരണം പ്രതി എന്നർത്ഥം എന്തിനേയും പ്രതിയാണ്. നമ്മുടെ പുണ്യപിതാവ് വന്ന വഴിയെയും നടന്ന വഴിയെയും ജീവിച്ച ജീവിതത്തെയും പ്രതി നാം ഇവിടെ ആയിരിക്കുന്നു. ഇതാണ് ഈ കാലഘട്ടം. ഇനി ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പെന്തിക്കോസ്തി കാലഘട്ടമാണ്. നമ്മൾ 7ാമത്തെ ഞായറാഴ്ച അനുസ്മരിച്ചു കഴിഞ്ഞു. പെന്തിക്കോസ്തി കാലഘട്ടത്തിന്റെ പ്രത്യേകത
പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശിഷ്യന്മാർ ഭൂലോകത്തിന്റെ 4 ദിക്കിലേക്കും പോയി സുവിശേഷം പ്രസംഗിച്ച ഇതിനെ അനുസ്മരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടാം ഭൂവിലശേഷം ജാതികളിടയിൽ ഭൂമിയുടെ 4 ദിക്കിലേക്കും സുവിശേഷമായി ജീവിച്ച അവർ നല്ല വാർത്ത, സദ്വാർത്ത പ്രസംഗിച്ചതിനെ അനുസ്മരിക്കുന്ന കാലഘട്ടത്തിലാണ് വന്യ പിതാവിന്റെ ഓർമ്മ നാം ആചരിക്കുന്നത്. സുവിശേഷമായി മാറിയ നമ്മുടെ താതനെ ഓർമ്മ നമ്മൾ ആചരിക്കുന്നു. എന്ത് ഭാഗ്യപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഇടക്കാരന്റെ ഉപമയ്ക്ക് മുൻപ് ക്രിസ്തു ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, നിങ്ങൾ കാണുന്നത് കാണുവാൻ പലരും ആഗ്രഹിച്ചു, അവർക്ക് നൽകപ്പെട്ടില്ല. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ പലരും ആഗ്രഹിച്ചു, എങ്കിലും അവർക്ക് നൽകപ്പെട്ടിട്ടില്ല. ഭാഗ്യമുള്ള കണ്ണുകൾക്കും ഭാഗ്യമുള്ള കാതുകൾക്കും ഉടയവരായവരെ, ഇന്ന് നമ്മുടെ പുണ്യപിതാവിന്റെ ഓർമ്മ ഇന്നും അനുസ്മരിക്കുമ്പോൾ 2 കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അദ്ദേഹം സുവിശേഷമായി ജീവിച്ചു എന്നുള്ളതാണ്. കാരണം വചനവർഷം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പ്രേരണ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ 10 ശതാബ്ദിയുടെ 10 വർഷങ്ങളെ നമ്മൾ പലതായിട്ട് വിവേകിക്കുന്നത്. വചനവർഷം കഴിഞ്ഞു. വചനമായി ജീവിച്ച് നമ്മുടെ മുമ്പിൽ കടന്നുപോയവൻ മാറിയോസ്. മോശയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. മോശയെ വിളിക്കുമ്പോൾ അനേകം പേരുടെ കരച്ചിൽ ഉത്തരമായിട്ട് മോശ വിളിക്കുകയാണ്. അടിമത്ത ദേശത്തിൽ നിന്നും വാഗ്ദാന ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടുപോയ മോശ ഭിന്നതകളുടെ കലഹങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നേർവഴിക്ക് നടത്തി ബദരിയുടെ മുണ്ടന്മലയാവുന്ന ഹോറയിൽ നിന്ന് വിളിച്ചു വേദനിച്ചവന്മാർ അഭിനവമോശയെ പോലെ. അതുകൊണ്ടാണ് പിതാക്കന്മാരെ സ്വീകരിക്കുന്ന വേളയിൽ നമ്മൾ ഇപ്രകാരം പറയും, സഹോദരരെ, ആരാധനാ വർഷം നമ്മൾ ആചരിക്കുമ്പോഴും ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉരുവിക്കൊണ്ടേയിരിക്കണം. സഭ, അദ്ദേഹത്തെ പഠിച്ച സഭ ധന്യവതിയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവായി തീർന്നവന്റെ ഓർമ്മ ഇന്നും നിലനിൽക്കുന്നത്. ബൈബിളിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ അനുസരണക്കേട് മൂലം ആദവും ഹവ്വായും പറുദീസ നഷ്ടപ്പെടുത്തി. ഈ ആദത്തിന്റെ മക്കളിൽ മുഴുവനായിട്ട് ക്രിസ്തു ജനിച്ചു. സ്വന്തം ആത്മാവിനെ പരിത്യജിച്ചുകൊണ്ട് ഫിലിപ്പിയർക്കെതിരെ ലേഖനത്തിൽ ഇപ്രകാരമാണ് പൗലോസ് ക്രിസ്തുവിനെ പറ്റി ഘോഷിക്കുക. അവൻ ദൈവമായിരുന്നു, മനുഷ്യന്റെ സദൃശ്യനായിരുന്നു, പാപമൊഴികെ എല്ലാത്തിനും മനുഷ്യന്റെ സദൃശ്യത്തിലായിരുന്നു. ആദത്തിന്റെ മക്കളിൽ ഒരുവനായി ജനിച്ച് സ്വന്തം ആത്മപരിത്യാഗത്തിലൂടെ സ്വർഗത്തിലേക്ക് പുനരേക്കപ്പെടുത്തിയ മിശിഹ. ഈ മിശിഹായെ അനുകരിക്കുവാൻ വേണ്ടി ഭിന്നതയാവുന്ന മലങ്കര മക്കളിൽ ഒരുവനായി ജനിച്ചത് മാറിയോസ്. ആത്മപരിത്യാഗത്തിൽ യഥാർത്ഥ സാക്ഷിയായി നമ്മുടെ മുമ്പിൽ ഇവാനസ്പിതാവ് നിൽക്കുകയാണ്. വേദനകളുടെ മുള്ളുകൾ ഉണ്ടായിട്ടും സഹനത്തിന്റെ കാസ മറ്റുവരെ ഊറ്റി കുടിച്ചിട്ടും ഏകനായി ദേവാലയത്തിൽ അനേകം മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടും പുരുഷകൾ ഓരോന്നായി തനിയെ വഹിച്ചുകൊണ്ട് പോയിട്ടും അവൻ ആത്മപരിത്യാഗത്തിന്റെ അമൂർത്ത ഭാവമായിട്ട് നമ്മൾ മുമ്പിൽ നിൽക്കുകയാണ്.
ഒരുപക്ഷെ ക്രിസ്തു സ്വർഗവുമായിട്ട് സാധിച്ചു തന്ന പുനരേക്കവും പിതാവിലൂടെ മലങ്കര മക്കളായ നമുക്ക് ലഭിച്ച ഈ പുനരേക്കവും കടലിലെ ജലവും കൈക്കുമ്പിലെ ജലവും തമ്മിൽ വ്യത്യാസം ഉണ്ട് എങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്നു അത് സാരാംശത്തിൽ ഒന്ന് തന്നെയാണ്. ഒരു ക്രിസ്തുവായി തീരുവാൻ വേണ്ടി വിളിക്കപ്പെട്ട് ജീവിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം സ്ഥാപിച്ച 2 സന്യാസ സമൂഹത്തിലും ഇപ്രകാരം പേര് നൽകിയത് മിശിഹാനുകരണ സന്യാസി സമൂഹമെന്നും മിശിഹാനുകരണ സന്യാസി സമൂഹമെന്നും. മിശിഹായെ അനുകരിക്കുവാൻ വേണ്ടി നമ്മെ വിളിക്കുന്നു. എന്താണ് ആത്മപരിത്യാഗം എന്ന് പറയുക? ഭാരതീയ സന്യാസത്തിൽ ആത്മപരിത്യാഗം എന്ന് പറഞ്ഞാൽ സ്വയം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് അർത്ഥം. നിങ്ങൾക്കറിയാം, നോക്കി പതിവിരാവ് കാവ്യവസ്ത്രമാണ്. സന്യാസികളായ എല്ലാവരും കാവ്യവസ്ത്രമാണ് ഇരിക്കുന്നത്. പദയാത്രികരായി നാം ഓരോരുത്തരും കാഷായ വസ്ത്രം ഉപയോഗിക്കുന്നത് നിർദ്ദേശമുണ്ടായിരുന്നല്ലേ? എന്തിനാ കാവ്യവസ്ത്രം ധരിച്ചുകൊണ്ട് പദയാത്രികളായി നമ്മൾ ഭാഗ്യങ്ങളുടെ കലവറയിലേക്ക് പോയത്? കാവ്യ പ്രത്യേകത എന്താണ്? ഋഗ്വേദ സൂക്തം അഗ്നിയെ പുരോഹിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അതായത് അഗ്നിയെ സൂചിപ്പിക്കുന്നു കാഷായ വസ്ത്രം. കാവ്യവസ്ത്രം അഗ്നിയെ സൂചിപ്പിക്കുന്നു. അഗ്നി എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ്. പഞ്ചഭൂത നിർമ്മിതമാണ്. പഞ്ചഭൂതം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭാരതീയ കൺസെപ്റ്റ് അനുസരിച്ച് അഗ്നി, ജലം, വായു, ഭൂമി, ആകാശം എന്നിവയാണ് പഞ്ചഭൂതം. പഞ്ചഭൂത നിർമ്മിതമാണ് ഭൂമി എന്നാണ് പറയുക. ആയുർവേദം അനുസരിച്ച് പഞ്ചഭൂത നിർമ്മിതമാണ് ശരീരം എന്നാണ് പറയുക. പഞ്ചഭൂതത്തിൽ അഗ്നിക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ബാക്കി എല്ലാം അശുദ്ധമാകും. വായു മലിനമാകും, ഭൂമി മലിനമാകും, ആകാശം മലിനമാകും, ജലം മലിനമാകും. എന്നാൽ അഗ്നി മാത്രം മലിനമാകുകയില്ല. മലിനമാകാതെ സ്വയം പ്രകാശിക്കുവാനുള്ള വിളിയെ ഇത് സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് പിതാവ് കാഷായ വസ്ത്രം ആശ്രമത്തിലും സന്യാസത്തിലും സ്വീകരിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരെല്ലാം കാഷായ വസ്ത്രധാരികളാണ്. കാരണം അഗ്നിയായിട്ട് ജീവിക്കുവാനുള്ള വിളിയെ അത് ഉദ്ബോധിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, മിശിഹായെ അനുകരിക്കുമ്പോൾ സ്വയം പ്രകാശമായി ജീവിക്കുവാനുള്ള വിളി ഇന്ന് എനിക്കും നിങ്ങൾക്കും ലഭിക്കുകയാണ്. കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ ഇത് നടക്കുന്നത് യുവാനിസ്താവിന് വേണ്ടിയാണോ? നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചിന്ത എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ വിശുദ്ധനാക്കാൻ വേണ്ടി ഞാൻ നടക്കുകയാണ്. അല്ല, അദ്ദേഹം പരിശുദ്ധനാണ്. അദ്ദേഹം പരിശുദ്ധി തന്നെയാണ്. പിന്നെയോ അദ്ദേഹത്തെ വിശുദ്ധിയിൽ പിൻചെല്ലുവാൻ വേണ്ടി അഗ്നിയായി സ്വയം പ്രകാശിച്ച് നടക്കുകയാണ് ഞാൻ നിങ്ങളും. അദ്ദേഹത്തെ വിശുദ്ധനാക്കാൻ വേണ്ടിയല്ല, അദ്ദേഹം പരിശുദ്ധൻ തന്നെയാണ്. സഭയുടെ അംഗീകാരം എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പരിശുദ്ധി തന്നെയാണ്. എങ്ങനെ അദ്ദേഹം സുവിശേഷമായി മാറി? അതുകൊണ്ടാണ് സെറാ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന്റെ സെറാ പ്രാർത്ഥനയിൽ ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, നിന്നെ സമ്പാദിക്കുവാൻ, തന്നെ തന്നെ നഷ്ടപ്പെടുത്തുവാൻ, തന്നെ തന്നെ ശൂന്യവൽക്കരിക്കുവാൻ നീ പഠിപ്പിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന് ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയുണ്ട്. നമ്മൾ എഴുതി പ്രതീക്ഷയുടെ മുമ്പ് ഇന്ന് എല്ലാവരും ചൊല്ലി, ഇന്നും നമ്മൾ ചൊല്ലും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വരിയുണ്ട്. അത് ഇപ്രകാരമാണ്: എന്ത് ചിലവ് വരുമെന്നാണ്. എന്തോ എന്ത് ചിലവ് വരുമെന്ന് കണക്കാക്കി നോക്കാതെ നിനക്ക് തരുവാൻ എന്നെ അഭ്യസിപ്പിക്കുന്നു. എന്ത് ചിലവ് വരുമെന്ന് കണക്കാക്കി നോക്കാതെ, എന്റെ സമയം കണക്കാക്കി നോക്കാതെ, എന്റെ സമ്പത്ത് കണക്കാക്കാൻ നോക്കാതെ, എന്റെ ജീവിതത്തിന്റെ എന്റെ നേട്ടങ്ങൾ കണക്കാക്കാൻ നോക്കാതെ നിനക്ക് തരുവാൻ എന്നെ അഭ്യസിപ്പിക്കണമേ. ഇതാണ് ജീവിതം. ഇങ്ങനെ ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്ക് കഴിയുമോ? യുവാനോസ് പിതാവിനെ പിൻചെല്ലുന്ന അദ്ദേഹത്തിന്റെ നന്മകൾ ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക:
നാം ദൈവസുതൻ. അർത്ഥം ദൈവത്തിന്റെ സുതന്മാരാവാൻ. ദൈവത്തിന്റെ മക്കളായ നിങ്ങൾ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുകയും അവരുടെ ജീവിത ചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം എടുക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ജീവിച്ചിരിക്കുന്ന നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ ജീവനുള്ള ഓർമ്മയുടെ സാക്ഷ്യമായി മാറിയുള്ള പിതാവ് നിൽക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ ക്രിസ്തുവായി മാറുവാനുള്ള വിളിയെ നമ്മൾ ഉൾക്കൊള്ളണം. ക്രിസ്തുവായി തീരുവാനുള്ള വിളിയെ നമ്മൾ കൊള്ളണം. അവിടെ പൗലോസിനെ ഉദ്ബോധിപ്പിച്ചത് ഈ ക്രിസ്തുവല്ല, ഇനി ഞാനല്ല ഈ ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. വാക്കുകൾ കേൾക്കുന്നു മനുഷ്യ സഹോദരരെ, ഇനി ക്രിസ്തു അത്രേ ജീവിക്കുക. ഈ ക്രിസ്തുവിനെ പിൻചെല്ലുവാൻ യുവാനിയോസ് പിതാവിന്റെ പാത നമുക്ക് പിൻപറ്റാം. ഇത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമതായിട്ട് ചെറുപ്പകാലത്തിൽ അദ്ദേഹം അറിയപ്പെട്ട ഭൂതാശാസമാസമാണ്. ഭൂതാശ എന്ന വാക്കിന്റെ അർത്ഥം എങ്ങനെയാണ് അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക? ഭൂതാശ എന്നാൽ എന്ത്? ഭൂതാശ എന്നാൽ എന്ത്? അദൃശ്യമായ കൃപാവരത്തിന്റെ ദൃശ്യമാക്കുന്ന അടയാളമാണ്. അദൃശ്യമായ കൃപാവരം ഒരു മനുഷ്യനിലൂടെ അദൃശ്യമായ കൃപാവരം ഒരു സഭയ്ക്ക് നൽകപ്പെട്ടു. അതിന്റെ ദൃശ്യമായ അടയാളമാണ് ഞാൻ നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത്. പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോകുന്നത് ലോക വിഷയത്തിന്റെ മധ്യസ്ഥ എവിടെയും എങ്ങും ഒരു മിഷൻ സ്ഥലത്ത് പോയി ആ ഭൂമിയിൽ പ്രസംഗിച്ചിട്ടില്ല. ഒരു വീടാമടത്തിൽ 4 ചുവരുകൾക്ക് ഇടയിലായി നിന്നുകൊണ്ട് ആഗോള സഭയ്ക്ക് വേണ്ടി സഭയുടെ മിഷന് വേണ്ടി പ്രാർത്ഥിച്ചതേയുള്ളൂ. 5 പേർ ഉള്ളിലേക്ക് പോയി. ഇനി ഇത്രയും വിശ്വാസികളായി സഭ മുന്നോട്ട് പോകുമ്പോൾ ദൈവാനുഗ്രഹത്തിന്റെ ദൃശ്യമായ അടയാളമല്ലാതെ എന്ത് പറയാം? കൂതാശകളായി തീരുവാനുള്ള വിളി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് തിങ്കളാഴ്ച സൂത്രാല പ്രാർത്ഥനയിൽ അപ്രേന്റെ ബോസോ എന്ന വാക്കിന്റെ അർത്ഥം അപേക്ഷയാണ്. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുക: ധൂപ കലശം പകരം അധരങ്ങൾ പരിമളധൂപം ദൈവപ്രീതി പ്രവർത്തിക്കും ശുശ്രൂഷ സമമായി നാവും. പ്രിയ സഹോദരനെ, വായ് ധൂപകലശമാകണം, അധരങ്ങൾ പരിമളം പോലെ ഉണ്ടാകണം. ദൈവപ്രീതി പ്രവർത്തിക്കുന്ന ശുശ്രൂഷകരാകണം ഞാനും നിങ്ങളും. ഇതാണ് സഭയിൽ അവരിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവപ്രീതി പ്രവർത്തിക്കുന്ന ശുശ്രൂഷകരാകുക. എന്താണ് ദൈവപ്രീതി പ്രവർത്തിക്കുന്ന ശുശ്രൂഷകർ? ദൈവത്തിന് ഇഷ്ടമായത്. അതുകൊണ്ടാണ് സ്നേഹം തന്നെ എന്ന്, ദൈവം സ്നേഹമാകുന്നു എന്ന് സന്യാസ ജീവ സഹായിയുടെ 1-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം ഉദ്ബോധിപ്പിക്കും. ദൈവം സ്നേഹമാകുന്നു, അങ്ങനെ സ്നേഹിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം കരുതുവാൻ, അവരിൽ ദൈവത്തെ കാണുവാൻ, അവരിൽ നന്മ കാണുവാൻ, അവരുടെ പ്രയാസങ്ങളോട് സഹാനുഭൂതിയോടെ വർത്തിക്കുവാൻ
പിതാവിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് സഭയിൽ എപ്പോഴും പ്രാർത്ഥന, പ്രവർത്തനം എന്നുള്ള 2 മാനങ്ങൾ വരിക. പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനം. പരസ്നേഹത്താൽ കൊണ്ട് നമ്മളിപ്പോൾ മെഴുകുതിരി കത്തിച്ചു പിടിച്ച് പ്രദക്ഷിണമായി പോകും. എന്തിനാണ് പ്രദക്ഷിണം എത്തിയ വലനിൽക്കുക? എന്തിനാണ് പ്രദക്ഷിണം ചെയ്യുക? പ്രതിയുടെ യാത്രയാണ്. എന്തിനെയോ പ്രതിയുടെ യാത്ര. എന്തിനെ പ്രതിയ യാത്രയാണ്? സ്വയം വിശുദ്ധീകരിച്ച് ഒരു കൂദാശയാകുവാൻ ഈ ആരാധനാ വർഷത്തിൽ സഭ നമ്മെ വിളിക്കുമ്പോൾ ഒരു കൂദാശയായി നമ്മുടെ മുൻപിൽ നിന്നവന്റെ പാത വിട്ടുവരുവാനുള്ള മെഴുകുതിരി കത്തിച്ചുകൊണ്ടാണ് നമ്മൾ പോവുക. സ്വയം ഒരുക്കിയില്ലാതായിരുന്നു പ്രകാശം പരത്തുന്നവരായി തീരുവാനുള്ള വിളിയെ ഇത് സൂചിപ്പിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അടുത്ത കാലം എന്ന് പറയുന്നത് തേജസ്കര കാലഘട്ടമാണ്. ഓഗസ്റ്റ് 6-ാം തീയതി മുതൽ തേജസ്കര കാലഘട്ടത്തിലേക്ക് നോക്കാം. തേജസ്കര കാലഘട്ടം എന്ന് പറയുക ക്രിസ്തു മറുരൂപപ്പെട്ടതുപോലെ പെന്തക്കോസ്ത് കാലഘട്ടത്തിൽ ലഭിച്ച സുവിശേഷത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മറുരൂപപ്പെടുവാനുള്ള കാലഘട്ടമാണ്. ഈ ജൂലൈ മാസം അവസാനിക്കുമ്പോൾ മറുരൂപപ്പെടണം നമ്മൾ. ഈ ജൂലൈ മാസം അവസാനിക്കുമ്പോൾ തേജസ്കരണത്തിലേക്ക് നമ്മൾ കടന്നെടുക്കണം. ഈ ജൂലൈ മാസം അവസാനിക്കുമ്പോൾ മറ്റൊരു മാറിവാനുസായി തീരണം നമ്മൾ. ഇതിനുള്ള വിളിയിലേക്കാണ് ഞാനും നിങ്ങളും പോവുക. ഇതിലേക്കാണ് ഞാൻ കടന്നു വരേണ്ടത്. ഇതിലേക്കാണ് സ്വയം ശൂന്യവൽക്കരിച്ച് എന്റെ ജീവിതത്തെ സമർപ്പിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ സ്മരണ എന്നും നിലനിൽക്കും. ദീപ്തമായ ഓർമ്മയായി എന്നും എന്നും എന്നേക്കും നിലനിൽക്കും. ദീപ്തമായ ജീവിതമായി എന്റെ മുന്നിൽ എന്നും കാണപ്പെടും. അതിന് സർവശക്തൻ ഒരുവന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ ജീവകോളേജ് വളരെ അർത്ഥസുഭിക്ഷമായി നമ്മുടെ മാറിയാനിയുടെ ദർശനം നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് ഉദാശയായി വിശുദ്ധ ജീവിതം നയിച്ച് തിരസ്കരിക്കപ്പെട്ടവരായിട്ട് തീരുവാൻ നല്ലൊരു ആഹ്വാനമാണ് വിചാരിച്ചിട്ടുള്ളത്. സമയബന്ധിതമായി തീർക്കും. വേണം ഈ സമയം കൊടുക്കാമായിരുന്നു, പക്ഷേ വേറെ അവസരത്തിൽ നിങ്ങൾ വിളിക്കണം. അതുപോലെ നല്ല സന്ദേശം നൽകുവാനായിട്ട് സാധിക്കുന്ന ഒരുവനാണ്. എനിക്ക് ഈ അച്ഛനോടുള്ള ഏറ്റവും വലിയ സ്നേഹം അത് ഈ ചെറുപ്പക്കാരുടെ ഒരു വലിയ കൂട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്തിലെ ചെറുപ്പക്കാരെല്ലാം അതിവളർന്ന് സന്തോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് സ്ത്രീകളും പുരുഷന്മാരും. അദ്ദേഹം അവരെ ഒരു നൂലിൽ കോർത്തിരിക്കുന്നവരെ പോലെ നന്നായിട്ട് അവരെ രൂപപ്പെടുത്തി. ഇപ്പോഴും ഹൈറേഞ്ച് പ്രദേശത്ത് ജീവകോളേജ് എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണ്. തീർച്ചയായിട്ടും നമുക്കിവിടെ ഈ തിരുവല്ലയിലെ നമ്മുടെ പ്രധാന റീച്ച് ഡയറായി അദ്ദേഹം അംഗമായതുകൊണ്ട് പഠനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരികയാണ്. ഈ 2ാം സന്ദർഭത്തിലാണ് നമുക്ക് ഈ സന്ദേശം നൽകിയത്. നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ അച്ഛൻ എല്ലാ ഭാവങ്ങളും നേരുന്നു. നമ്മളെ വീണ്ടും ഇങ്ങനെ പ്രചോദിപ്പിക്കുവാൻ, പ്രത്യേകിച്ച് നമ്മൾ അനുദിനം അനുഷ്ഠിക്കുന്നതിന്റെ അർത്ഥം അത് മനസ്സിലാക്കി തന്ന് നമ്മളെ ഈ വലിയ യാത്രയിലേക്ക്, തീർത്ഥാടനത്തിലേക്ക്, തീർത്ഥത്തിലേക്കുള്ള ആ ഒരു യാത്ര നമ്മളെ അനുഗ്രഹിക്കുക. നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. തുടർന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട വികാരിച്ച് നമ്മളെ അറിയിക്കും. നമ്മളെല്ലാവരും ഈ വെളിയിൽ പ്രദക്ഷിണത്തില് ഇതൊരു നേർച്ചയാണ്. നമ്മൾ ആരെയും നിയന്ത്രിക്കുകയൊന്നുമില്ല. നമ്മൾ ഈ വെളിയിൽ പ്രദക്ഷിണമായിട്ട് നമ്മുടെ പുണ്യപിതാവിന്റെ തേജസ് നമ്മുടെ ലോകം ഇന്നും പ്രകാശിക്കുവാൻ വിളിക്കപ്പെട്ടവരാകുന്നു എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ നടന്നു പോകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ഓരോരോ
നമ്മൾ ഈ സ്ഥലം പുതിയ സ്ഥലമാണ്. അതായത് പിതാവ് നെഞ്ചുരുക്കി പ്രാർത്ഥിച്ച ഒരിടമാണ് നമ്മുടെ ഈ വേദാമ്പൂർ മലങ്കരയുടെ പിതൃഭവനം. സത്യത്തിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. കബറടങ്ങിയത് പട്ടത്താണെങ്കിലും പത്രോസ് ശ്ലീഹ അന്ത്യോക്യയിലേക്ക് കടന്നു വന്ന് അന്ത്യോക്യയിലെ സ്നേഹത്തിന്റെ സന്ദേശം അറിയിച്ചതുപോലെ മലങ്കരയുടെ അന്ത്യോക്യയാണ് സത്യത്തിൽ നമ്മുടെ ഈ തിരുമൂലപുരം, ഈ ഇടവക, അതിൻ്റെ ചുറ്റുവട്ടങ്ങൾ. അതുകൊണ്ട് വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും ഈ ഇടവക മക്കള് നിങ്ങളോട് കൂടി നമ്മുടെ സഭയിലെ എല്ലാ മക്കളും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ക്രിസ്ത്യാനി എന്നുള്ള പേര് മനുഷ്യർക്ക്, പ്രത്യേകിച്ച് യേശു മാർഗത്തിൽ ചരിച്ചവർക്ക് കിട്ടിയത് അന്ത്യോക്യയിൽ വെച്ചാണ്. എന്ന് പറഞ്ഞതുപോലെ മലങ്കര കത്തോലിക്ക സഭയുടെ ആ അസ്തിത്വവും ഭാവവും രൂപവും അത് മാർത്തോമാ ശ്ലീഹായിലൂടെ കടന്നു വന്നത് ഇവിടെ വെച്ചാണ്. അതിന് രൂപവും ഭാവവും ഉണ്ടായി. ഇവിടെ നിന്നാണ് അഭിനന്ദനായ ദൈവധന്യനായ മലങ്കാരി തിരുമേനി കൊല്ലത്തേക്ക് യാത്ര ചെയ്ത് തിരുമേനിയുടെ അരമനയിൽ വെച്ച് കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് പുനർപ്രവേശനം ചെയ്യുന്നത്. സന്തോഷമാണ്. നമുക്കതുകൊണ്ട് തീർച്ചയായിട്ടും ആ വലിയ മഹത്വത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ പ്രതിഷ്ഠത്തിൽ സംബന്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ അച്ഛൻ നമ്മളെ അറിയിക്കും. വളരെ ഹ്രസ്വമാണ്, എന്നാൽ അതേസമയം തന്നെ ഹൃദയസ്പൃക്കായ ഒന്നായി നമ്മുടെ ഈ ഓർമ്മയാചരണം തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ അച്ഛന്മാരോട് എനിക്കുള്ള വലിയ നന്ദിയും സന്തോഷവും സ്നേഹവും ഞാൻ ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ അറിയിക്കും. നമ്മളുടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രധാന ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇപ്പോൾ പിതാവിന്റെ ധൂപപ്രാർത്ഥന ചൊല്ലുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് തിരിപ്രദക്ഷിണം നടത്തുകയാണ്. നമുക്കറിയാം, എല്ലാവരും ഇതിൽ പങ്കെടുത്ത് വർഷങ്ങളായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇവിടെ നിന്ന് നമ്മൾ ഈ ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങളുടെ കൈകളിൽ ഇപ്പോൾ ഈ തിരിപ്രദക്ഷിണത്തിന് പിടിക്കുവാനുള്ളതായ തിരിവച്ചിരിക്കുന്നതായ ഗ്ലോബ് നിങ്ങൾക്ക് നൽകും. എല്ലാവരും ഇവിടെ നിന്ന് തന്നെ അത് കത്തിക്കുക. കത്തിച്ച ശേഷം നിങ്ങൾ സൗകര്യപ്രദമായി നിങ്ങളുടെ ചെരുപ്പുകൾ കിടക്കുന്ന ഭാഗത്തേക്ക് ഇറങ്ങി ചെരുപ്പ് ധരിച്ച് പടിഞ്ഞാറെ വാതിലിലേക്ക് എത്തിച്ചേരുക. ഏറ്റവും മുൻപിലായിട്ട് നമ്മുടെ കർത്താവിന്റെ വിജയത്തിന്റെയും രക്ഷയുടെയും അടയാളമായ ശ്രീവ, അതിന്റെ വശങ്ങളിലായിട്ട് കത്തിച്ച മെഴുകുതിരികള്, അതിന്റെ തൊട്ടുപുറകിലായിട്ട് അഭിനയ പിതാവ്, വൈദികര് എല്ലാവരും. അതിനുശേഷം രണ്ട് ലൈനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി തിരുമൂലപുരം ജംഗ്ഷനിലുള്ളതായ കുരിശടിയിൽ ചെന്ന് അവിടെ നിന്ന് തിരികെ വരുന്നു. തിരികെ വരുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷം നമ്മുടെ താപോയുടെ മുന്നിലാണ് അഭിനയ തിരുമേനി നമുക്ക് ആശീർവാദം നൽകി നമ്മളെ സ്നേഹ മുദ്രിച്ചത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ സെന്റ് തോമസ് സ്കൂളിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അവിടെ സ്റ്റേജിന് അഭിമുഖമായി സ്റ്റേജിന്റെ അടുത്തേക്ക് അവിടെ ചെല്ലുന്നു. അവിടെ നമ്മൾ കത്തിച്ച മെഴുകുതിരികളുമായി നിന്ന് പ്രാർത്ഥനയുടെ അവസാനം അഭിനയ പിതാവ് ആശീർവാദം നൽകുന്നു. ആശീർവാദത്തിന് ശേഷം സ്ലീബ മുത്തി അതിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് അല്ലെങ്കിൽ ഗേറ്റിന്റെ വശത്തായിട്ട് എല്ലാവർക്കും പാച്ചോർ നേർച്ച ക്രമീകരിച്ചിരിക്കുന്നു. പാച്ചോർ നേർച്ച പ്രാപിച്ച് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മളുടെ ധന്യന്മാരിവാനെ വിശുദ്ധനായി സഭ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം വിശുദ്ധനാണ്. ആ വിശുദ്ധിയുടെ പരിമളം നമ്മളുടെ ജീവിതങ്ങളിൽ പകരാനും നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാനും നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ, നമ്മുടെ ഇടവകളുടെ, സഭയുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാനുള്ളതായ വലിയ നിമിഷമാണ്. മറ്റൊരു പ്രത്യേകതയുണ്ട്. അഭിനയ പിതാവ് റംബാനോട് സ്വീകരിച്ച ദേവാലയത്തിന്റെ മുൻപിൽ കൂടെയാണ് നമ്മൾ പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ആരും ഇവിടെ കാഴ്ചക്കാരായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, നടത്തിപ്പുകാരുടെ ആവശ്യമില്ല.
നമ്മളെല്ലാവരും വലിയ അഭിഷേകം പ്രാപിക്കാനുള്ളതായ ഒരു തീർത്ഥയാത്രയിലാണ്. നമ്മൾ അതിലേറെ സ്നേഹത്തോടെ പങ്കുചേരാൻ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് നമുക്ക് തിരികൾ കത്തിച്ച് പിടിക്കാം. ഒരു കാര്യം ദയവായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. K27L 8011 എന്ന് പറയുന്ന വാഹനം, K27L 8011 എന്ന വാഹനം തടസ്സമായി കിടക്കുന്നു. ദയവായിട്ട് ഓർമ്മപ്പെടുത്തണേ എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തണം. പ്രാർത്ഥിക്കണം. ചാത്തുന്നീതിയറിഞ്ഞാചാര്യന്മാരും മഹിമേറിയും നയവാന്മാരും തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിനെയോർത്ത് ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലിയാണ് പുറത്തേക്ക് കാണുന്നത്. ദൈവമേ ഞങ്ങൾ നിന്റേതാകുന്നു, നിനക്കായി ഞങ്ങൾ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ഹിതം പോലെ ഉപയോഗിക്കുവാനായിട്ട് ഞങ്ങൾ നിനക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹമേറിയ പിതാവേ,
ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. എന്ത് ചെലവ് വരുമെന്ന് കണക്കാക്കി നോക്കാതെ നിനക്ക് തരുന്നതിന് ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. നിന്റെ തിരുവിഷ്ടം ഞങ്ങൾ ചെയ്യുന്നു എന്നറിയുന്നത് തന്നെ ഞങ്ങൾക്ക് പ്രതിഫലമായിരിക്കട്ടെ. നിന്റെ അളവറ്റ സ്നേഹത്താൽ നീ ഞങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള ഈ ജീവിതം നയിച്ച് നിന്നെ സ്നേഹിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.
സത്യത്തെ ദർശിച്ച സത്യാന്വേഷകനേ, ഭാരത സുവിശേഷത്തിൻ മാധ്യസ്ഥം നൽകാൻ മാമുനിവരനായ
ശരണേ സന്യാസത്തിൻ ശ്രേഷ്ഠാചാര്യനേ സുവിശേഷ വേലതൻ പ്രേഷിത ധീരനേ ദൈവത്തെയാഴത്തിൽ സ്നേഹിച്ച താമസ സാദരമി അടിയങ്ങൾ കൈകൾ കൂലിക്കുന്നു യാചന സദയം കേൾക്ക കൃപ തൂകിടണമേ സത്യത്തെ ദർശിച്ച സത്യാന്വേഷകനേ ഭാരത സുവിശേഷയ്ക്കും മാധ്യസ്ഥം നൽകാം
Oh
പിതാവിനോടൊപ്പം വൈദികരെല്ലാവരും ഈ സ്റ്റേജിലേക്ക് തിരി കത്തിച്ച് പിടിച്ച് തന്നെ നിൽക്കുക. വൈദികരെല്ലാവരും സ്റ്റേജിലേക്ക് കയറി നിൽക്കുക പിതാവിനോടൊപ്പം. സമാപന ആശീർവാദം വരെ അന്ത്യചിന്തകളുമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും മുൻപോട്ട് കടന്നു വരേണ്ടതാണ്. അഭിമന്യ പിതാവും വൈദികരും സ്റ്റേജിൽ നിൽക്കേണ്ടതാണെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവരും മുൻപോട്ട് കടന്നു വരിക. പ്രദക്ഷിണത്തിന്റെ പാട്ട് ഇപ്പോൾ ഇടേണ്ടതാണ്. എല്ലാവരും കയറി വന്നതിന് ശേഷം മാത്രമാണ് പ്രാർത്ഥന. മാറി വാഴിയോ വാഴ്ക മാറി വാഴിയോ താതാ പുണ്യവാനെ മാധ്യസ്ഥം തേടും മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. വാഴ്ക വാഴ്ക മാറി വാനിയോ വാഴ്ക വാഴ്ക മാറി വാനിയോ വാഴ്ക വാഴ്ക മാറി വാനിയോ വാഴ്ക വാഴ്ക മാറി വാനിയോ താതാ പുണ്യവാനെ മാധ്യസ്ഥം തേടും മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. വാഴ്ക വാഴ്ക മാറി വാനിയോ വാഴ്ക വാഴ്ക മാറി വാനിയോ വാഴ്ക വാഴ്ക മാറി വാനിയോ താതാ പുണ്യവാനെ മാധ്യസ്ഥം തേടും മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. വാഴ്ക 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 മാറി വാഴിയോ താതാ പുണ്യവാനെ മാധ്യസ്ഥം തേടും മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. വാഴ്ക വാഴ്ക മാറി വാനിയോ വാഴ്ക വാഴ്ക മാറി
മാധ്യസ്ഥം തേടും മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. വാഴ്ക വാഴ്ക മാറി വാനിയോ വാഴ്ക വാഴ്ക മാറി വാനിയോ താതാ പുണ്യവാനെ മധ്യസ്ഥം തേടും മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. വാഴ്ക വാഴ്ക ധനി സന്യാസത്തിൻ ശ്രേഷ്ഠാചാര്യനേ, സുവിശേഷവേല തൻ പ്രേഷിത ധീരനേ. വാഴ്ക വാഴ്ക ദൈവത്തെ ആഴത്തിൽ സ്നേഹിച്ച താപസ മാനവ സ്നേഹത്തിൻ മകനീയ മാനസം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ആശീർവാദം നൽകുകയാണ്. ശ്ലോസോ ആമാൻ ശ്ലോസോ ആബു മാലിയോ ഓ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് നൽകപ്പെട്ട അപ്പസ്തോലികമായ ആശീർവാദം നിങ്ങൾക്ക് ഏവർക്കുമായിട്ട് ഈ അവസരത്തിൽ നൽകുകയാണ്. നിങ്ങളുടെ എല്ലാ വേദനകളും നൊമ്പരങ്ങളും നിങ്ങളുടെ ഭാരങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ശരീരത്തിൻ്റെ ക്ലേശങ്ങളും സാമ്പത്തികമായ ഭാരങ്ങളും എല്ലാം
ഉണ്ണിപിതാവ് മാറിവാനീസ് പിതാവിൻ്റെയും മാർത്തേഫിലോസ് പിതാവിൻ്റെയും മാർദിയസ്കോറസ് പിതാവിൻ്റെയും മധ്യസ്ഥതയാൽ എല്ലാം പരിഹരിക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമാവുന്ന ഈ ഓർമ്മ പെരുന്നാളിലും ഈ പദയാത്രയിലും സംബന്ധിച്ച നിങ്ങളെ കർത്താവ് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വാങ്ങിപ്പോയവരെയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹാതമ്പുരാനുമേ, അടിയങ്ങളുടെ കുറവുള്ളതും ബലഹീനവുമായ പ്രാർത്ഥനകളും ശുശ്രൂഷകളും അവിടുത്തെ ഉന്നത സിംഹാസനത്തിന്റെ മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. വിഷയമാകോശോ പിതാവ് സ്ലീബ മുത്തിക്കുന്നതിന് മുൻപായി നന്ദിയുടെ ഒരു വാക്ക് പറയട്ടെ. ഈ 15-ാം തീയതി ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഈ മെഴുകുതിരി പ്രദക്ഷിണവും നടക്കുന്ന വിവിധ ശുശ്രൂഷകളും ഏറെ അനുഗ്രഹപ്രദമാക്കി തീർത്ത എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. അഭിനന്ദ പിതാവ് ഇപ്പോൾ ഈ പുരുഷന്മാർ നിൽക്കുന്നതായ ഈ ഭാഗത്ത് നടുവിൽ വന്ന് നിൽക്കുന്നു. നിങ്ങൾ ഒറ്റ ലൈനായിട്ട് വന്ന് സ്ലീബ മുത്തി നിങ്ങളുടെ കൈകളിലിരിക്കുന്നതായ മെഴുകുതിരി ഈ പുരുഷന്മാർ നിൽക്കുന്നതിൻ്റെ ഈ ഭാഗത്ത് അവിടെ പാത്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്, അതിൽ നിക്ഷേപിക്കുക. അതിനുശേഷം സ്ലീബ മുത്തിയ ശേഷം പുറത്തേക്കിറങ്ങി നമ്മളുടെ റോഡിലേക്ക് പോകുമ്പോൾ ഭാഗത്ത് അവിടെ നേർച്ച, പാച്ചോർ നേർച്ച ക്രമീകരിച്ചിരിക്കുന്നു. അത് സ്വീകരിച്ച് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ഈ പഗോഡയുടെ വശങ്ങളിൽ ഒരു സംരക്ഷണ ഭിത്തി പോലെ ഒരു കെട്ടുണ്ട്, അതിൽ തട്ടി വീഴാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അക്കാര്യം ശ്രദ്ധയോട് ഓർക്കണമേ എന്നുള്ള കാര്യവും ഓർമ്മപ്പെടുത്തട്ടെ. മറ്റ് ലൈനായിട്ട് വരികയാണെങ്കിൽ വലിയ
സ്ഥിരമാക്കി സ്നേഹ സഹദേവാ പ്രേമിക്കാൻ ബലമേറും തോട്ടരായി അലങ്കൃതയോരുമാണ് മാറ്റി സമം ഞാനും നിശിവായ ലെന്നു തരമുഴത്തി കേട്ടു ഐശ്വരമോ കടന്നു വന്നിരിക്കുന്ന വൈദികർക്കും സിസ്റ്റേഴ്സിനും ചെറിയ ഭക്ഷണം വൈദിക മന്ദിരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ശ്രീമ വിട്ടതിന് ശേഷം വൈദികരും സന്യസ്തരും വൈദിക മന്ദിരത്തിലേക്ക് ചെല്ലണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുന്നു. Bye.